കാര്യങ്ങൾ നാൾക്ക് നാൾ കൂടുമ്പോൾ വഷളായി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യൂറോപ്പിൽ നിന്നും റഷ്യയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് റഷ്യ ചെർണോബിൽ വലിയൊരു ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ അവകാശപ്പെട്ടത്. ചെർണോബിൽ ആണവ നിലയത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് റഷ്യ നടത്തിയെന്നാണ് യുക്രൈൻ പറഞ്ഞത്. അതിലേക്ക് ഡ്രോൺ ഇടിച്ചു കയറ്റുകയായിരുന്നു, തീപിടുത്തം സംഭവിച്ചു. എന്നാൽ സംയോജിതമായി ഇടപെട്ടത് കൊണ്ട് തീപിടുത്തം ഒഴിവാക്കാൻ സാധിച്ചു, അണുവികിരണം പുറത്തേക്ക് കടക്കാതെ തടയാൻ സാധിച്ചു എന്നാണ് സെലൻസ്കി പറഞ്ഞിരുന്നത്. റഷ്യയുടെ ഈ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സെലൻസ്കി വലിയ രീതിയിൽ വാചാലനായി. ഇതേ തുടർന്ന് യൂറോപ്പ് ഇതിന് അടിയന്തരമായി കണ്ടുകൊണ്ട് ഇപ്പോൾ യൂറോപ്പിന്റെ സേനയെ യുക്രൈനിലേക്ക് വിടാൻ പോകുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്, ആശങ്കാകുലമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാർമർ ആണ്. ഈ സാഹചര്യം നമ്മൾ ഗുരുതരമായി കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റഷ്യ ഇതിൽ അനങ്ങിയിട്ടില്ല. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കും എന്ന കിംവദന്തി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം നാറ്റോയിൽ യുക്രൈൻ ചേരാൻ പോയപ്പോഴാണ് റഷ്യ യുക്രൈനെ ആക്രമിച്ചു തുടങ്ങിയത്. കാരണം നാറ്റോയിൽ യുക്രൈൻ ചേർന്ന് കഴിഞ്ഞാൽ യുക്രൈൻ്റെ അതിർത്തിയിൽ അതായത് റഷ്യൻ അതിർത്തിയിൽ നാറ്റോ സൈന്യം വന്ന് തമ്പടിക്കും. റഷ്യ തങ്ങളുടെ അതിർത്തിയിൽ നാറ്റോ സൈന്യം വരുന്നത് ആഗ്രഹിക്കുന്നില്ല. അത് യുക്രൈൻ ചേരാതിരിക്കാനാണ് യുക്രൈനെ ആക്രമിച്ചു തുടങ്ങിയത്. എന്നാൽ റഷ്യ അടുത്ത ആക്രമണം പദ്ധതിയിടുന്ന രാജ്യമെന്ന് പറയുന്നത് പോളണ്ടാണ്. കാരണം നാറ്റോയുടെ ഗേറ്റ് വേ, അതായത് യൂറോപ്പിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും അത് പോളണ്ടാണ്. പോളണ്ടിനും നാറ്റോ സൈന്യത്തിനെ റഷ്യയുടെ അതിർത്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയ ശേഷം അവിടെ നിന്ന് നേരെ പോളണ്ടിലേക്ക് പോയത്. പക്ഷേ അത് ഇവിടെയുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്താണ് നരേന്ദ്രമോദിയുടെ ഉദ്ദേശം എന്നുള്ളത്. ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ അത് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരെ നരേന്ദ്രമോദി യുക്രൈനിലേക്ക് വന്നത്. അന്ന് നരേന്ദ്രമോദി നടത്തിയ ഒരു നീക്കമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് യുക്രൈനിൽ റഷ്യ ചെർണോബിൽ ആണവ നിലയത്തിലേക്ക് ഡ്രോൺ ഇടിച്ച് കയറ്റിയ ശേഷം ഇപ്പോൾ യൂറോപ്പിന്റെ സൈന്യം, ബ്രിട്ടീഷ് സൈന്യം ഇപ്പോൾ ഇതാ റഷ്യയിലേക്ക് കുതിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറാണ് ഈ വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ ബ്രിട്ടൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വലിയ ഒരു കോളിളക്കം തന്നെ പാശ്ചാത്യ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. യൂറോപ്പിന് സുരക്ഷ ആവശ്യമുണ്ടെങ്കിൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ ബ്രിട്ടൻ തയ്യാറാണ്. അമേരിക്കയുടെ പിൻവാങ്ങലിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും റഷ്യക്കെതിരായുള്ള യുദ്ധത്തിൽ ബ്രിട്ടൻ ഉക്രൈനെ വളരെയധികം പിന്തുണയ്ക്കുന്നു എന്നാണ് കെയർ സ്റ്റാർമർ പറഞ്ഞത്. ആവശ്യമുണ്ടെങ്കിൽ യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടിയും ഞങ്ങൾ നൽകും എന്നാണ് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഈ വാർത്ത കേൾക്കുന്നവർക്കും തോന്നാം ഇതൊക്കെ നിസ്സാരമായി കാണേണ്ട ഒരു സംഭവമാണ്, അങ്ങനെയൊന്നും നടക്കില്ല. എന്നാൽ കെയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നു, ഇത് ഞാൻ നിസ്സാരമായി പറയുന്ന കാര്യമല്ല, ഇത് ഞാൻ വളരെ സീരിയസ് ആയി പറയുന്ന കാര്യമാണ്. ഞാൻ നിസ്സാരമായി പറയുന്നില്ല. യുക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകുന്നത് നമ്മുടെ ഭൂഖണ്ഡത്തെയും രാജ്യത്തെയും സുരക്ഷിതമാക്കാൻ സഹായിക്കും എന്നാണ് ഇപ്പോൾ കെയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യൂറോപ്പിൽ ഒരു വലിയ യോഗം നടക്കാൻ പോകുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യൂറോപ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും യൂറോപ്പിൽ ഈ യോഗം നടക്കുമ്പോൾ ആശങ്കയുടെ ഒരു തരംഗം തന്നെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. തിങ്കളാഴ്ച പാരീസിൽ ഈ വിഷയത്തിൽ ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 24 റഷ്യ യുക്രൈനെതിരായ ആക്രമണത്തിന്റെ 3ാം വാർഷികത്തിന് മുമ്പ് ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ അവർ പങ്കെടുത്തേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ആക്രമണം തടയാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. യൂറോപ്പ് ഇപ്പോൾ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അനുസരിക്കുന്നില്ല എന്നൊരു കിംവദന്തിയുണ്ട്. ട്രംപ് വന്ന ശേഷം യൂറോപ്പിനോട് അമേരിക്ക എടുത്ത ഒരു സമീപനമാണ് യൂറോപ്പിനെ ചൊടിപ്പിച്ചത്. പോരാത്തതിന് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു മാർഗരേഖ ട്രംപ് തയ്യാറാക്കിയിരുന്നു. ഈ മാർഗരേഖയിൽ യഥാർത്ഥത്തിൽ പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും യുക്രൈനുള്ള ആ ഒരു അതിർത്തി ഡീമിലിറ്ററൈസ്ഡ് സോണിൽ മറ്റു മതിലുകൾ നിർമ്മിക്കാനും കമ്പിവേലി കെട്ടാനും ഒക്കെയുള്ള ചെലവ് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അമേരിക്ക 10 പൈസ തരില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പോരാത്തതിന് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ സ്ഥലങ്ങളെല്ലാം അത് റഷ്യയുടേതായിരിക്കും. ആ സാഹചര്യത്തിൽ, അതായത് ആ പോയിന്റിൽ വെച്ച് യുദ്ധം നിർത്തണം എന്നാണ് ട്രംപിൻ്റെ മാർഗരേഖയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് നാറ്റോ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സൈന്യം തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നിർത്താൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.